Dear students, today we have to learn about a new topic, that is functions of management. മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സല്ല, ഇതൊരു സീക്വൻഷ്യൽ ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കുകളെ നമ്മൾ തരംതിരിക്കുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. പിന്നീട് ഈ വർക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു, അവരെ നമ്മൾ കണ്ടെത്തുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പിന്നീട് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവർ ചെയ്ത വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഈ ഒരു 5 പ്രോസസ്സിനെ ആണ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ 5 ഫങ്ഷൻസിനെ 5 പില്ലേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 5 ചാപ്റ്റേഴ്സിന്റെ പേരാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പ്ലാനിങ്, 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ്ങിനെ പറ്റി പഠിക്കുന്നു, 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്ങിനെ പറ്റി പഠിക്കുന്നു, 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിങ്ങിനെ പറ്റി പഠിക്കും, 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിങ്ങിനെ പറ്റി പഠിക്കും. ഇപ്പം ഇവിടെ നമ്മൾ ഈ 5 കാര്യങ്ങളെ പറ്റിയും ബ്രീഫായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് പ്ലാനിങ്. വാട്ട് ഡു യു മീൻ പ്ലാനിങ്? പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ സെന്റൻസ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫങ്ഷനാണ്. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. Planning is deciding in advance what is to be done in future. Planning is deciding in advance what is to be done in future. എന്താ ഇതിനർത്ഥം? ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈഡ് ചെയ്യുകയാണ്, തീരുമാനിക്കുകയാണ്. എന്താ അവിടെ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നത്? വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസിനെ നമ്മൾ കുറച്ചുകൂടി വിശാലമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം: പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what to do, how to do, when to do and for whom to do it. Planning is deciding in advance what to do, how to do, when to do and for whom to do it. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം എന്നാണ് നമ്മളിവിടെ മുൻകൂട്ടി എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്? എപ്പോൾ ഈ ആക്ടിവിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? എപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു തീരുമാനത്തെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഫോർ ഹൂം ടു ഡു ഇറ്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. എന്തിനെ പറ്റിയുള്ള തീരുമാനമാണ്? വാട്ട് ടു ഡു, എന്ത് ചെയ്യണം, ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം, വെൻ ടു ഡു, എപ്പോൾ ചെയ്യണം, ആൻഡ് ഫോർ ഹൂം ടു ഡു ഇറ്റ്, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനെ പറ്റിയുള്ള ഒരു മുൻകൂട്ടിയുള്ള തീരുമാനത്തെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് നമുക്ക് പ്ലാനിങ്ങിനെ പറ്റി പറയാം. പ്ലാനിങ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്.
It is a very important sentence. Planning is thinking before doing. എന്താ തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കുക. നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്താലും, നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി മുൻകൂട്ടി ഒന്ന് ചിന്തിക്കും. എന്താ ഞാൻ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, നമ്മൾ എന്താ ചിന്തിക്കുന്നത്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം പ്ലാനിങ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും നമ്മൾ മുൻകൂട്ടി അത് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും എന്താ ചെയ്യേണ്ടത്. അപ്പൊ അതിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിനെ പറ്റി ഒരു സെന്റൻസ് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്ലാനിങ് ഈസ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി വാണ്ട് ടു വേർ വി വാണ്ട് ടു ഗോ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പാലമാണ്. എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ്? വേർ വി ആർ, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, വേർ വി വാണ്ട് ടു ഗോ, ഇനി നിങ്ങൾക്ക് എവിടെ പോകണം. അപ്പൊ ഇനി നിങ്ങൾ എവിടെ പോകണമെന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ കരയ്ക്ക് നിൽക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഈ ഇത് രണ്ടും തമ്മിലുള്ള രണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പാലമായിട്ട് നമുക്ക് എന്തിനെ കാണാം, നമുക്ക് പ്ലാനിങ്ങിനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്ലാനിങ്ങിനെ നമ്മളിവിടെ പറയുന്നത് പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, ഇന്ന് നിങ്ങൾ എവിടെയാണ്, നാളെ നിങ്ങൾക്ക് എവിടെ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എങ്ങോട്ടാണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പാലമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്, പ്ലാനിങ്ങിലൂടെ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അടുത്ത വർഷം എനിക്കൊരു 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആവശ്യമാണ്. ഇപ്പൊ ഈ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ്. നമ്മളിവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് നേടിയെടുക്കാൻ സഹായിക്കുമോ? ഇല്ല. പ്രോഫിറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും ചെയ്തേ പറ്റൂ. ആ പല കാര്യങ്ങളും ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, തീരുമാനമെടുക്കണം. അങ്ങനെ മുൻകൂട്ടി തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ഏത് പ്രോസസ്സിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ? പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നു പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്ലാനിങ്ങിനെ പറ്റി ഒരു 4 സെന്റൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യം പറഞ്ഞത് എന്താണ്? പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്നു പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസിനെ നമ്മൾ കുറച്ചുകൂടെ വിശാലമാക്കി പറഞ്ഞു. എന്താണ് ഇത്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഫോർ ഹും ടു ഡു ഇറ്റ്. ഇപ്പൊ ഭാവിയിൽ എന്ത് നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. എന്താ ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത്? എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആർക്കു വേണ്ടി ചെയ്യണം എന്നാണ് ഇവിടെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നത്. പിന്നെ പറഞ്ഞ സെന്റൻസ് എന്താണ്? പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്താണ്, അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പാലമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്, പ്ലാനിങ്ങിനെ കാണുന്നത്. അപ്പം പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. Planning means deciding in advance what is to be done in future. Planning is deciding in advance what to, how to do, when to do and for whom to do it. Planning bridges the gap between where we are to where we want to go. Planning is the process of thinking before doing. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കുക, ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്തിനെ പറ്റി പറയാൻ, പ്ലാനിങ്ങിനെ പറ്റി പറയാൻ. Then the second function of the management, organizing. Organize, സംഘാടന. പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ആ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ ഇനി കണ്ടെത്തണം. അതാണ് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത്. അതാണ് സംഘാടനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
Organizing is the process of identifying and grouping the work to be performed and the establishment of authority and responsibility relations within the organizational hierarchy. പ്ലാനിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തെ പറ്റി അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തെ നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഒരേ സ്വഭാവമുള്ള ആക്ടിവിറ്റീസിനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളാക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അത് എന്ന് പറയുന്ന അപ്പൊ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അണ്ടറിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസിനെ കണ്ടെത്തി അതിനെ ഒരേ സ്വഭാവമുള്ള ആക്ടിവിറ്റീസിനെ ഓരോരോ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാക്കി മാറ്റുക എന്ന് പറയുന്നത്. അതിനുശേഷം എസ്റ്റാബ്ലിഷിംഗ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ദ മെമ്പേഴ്സ്. അപ്പം ഇവിടെ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓരോ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ലെവലിൽ ഉള്ളവർക്കായിരിക്കും എപ്പോഴും അതോറിറ്റി ഉള്ളത്. റെസ്പോൺസിബിലിറ്റി ഉള്ളത് എപ്പോഴും എന്തായിരിക്കും, മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവലുള്ള വ്യക്തികൾക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇപ്പൊ ടോപ്പ് ലെവല്, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നൊക്കെ നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ കണ്ടെത്തി അതിനെ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ഈ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നത് എങ്ങനെയാണ്, സിമിലർ ആയിട്ടുള്ള ജോബുകളെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഓരോ ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാക്കി മാറ്റുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ ഈ ഓരോ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഈ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ ബിസിനസ്സിലുള്ള വർക്കുകൾ പീപ്പിൾ കൃത്യമായി എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഇതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ദ മെമ്പേഴ്സ്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ ബ്രീഫാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ടു എക്സിക്യൂട്ട് ദ പ്ലാൻ. അങ്ങനെ പഠിച്ചാലും മതി. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ആക്ടിവിറ്റീസിനെ കണ്ടെത്തുകയും അതിനെ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനെ നമ്മൾ ചുരുക്കി പറയുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പലതരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തേർഡ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്, സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിനെ പറ്റി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ ഒരു പേഴ്സൺസിനെ ശരിയായ ജോബിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ്. ശരിയായ പേഴ്സണെ ശരിയായ ജോലിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു, കണ്ടെത്തുന്നു അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത്. ഇതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്ത് ലക്ഷ്യം നേടിയെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓർഗനൈസിങ്ങിലൂടെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ തരംതിരിച്ചു. ഈ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആവശ്യമാണ്. ഈ പേഴ്സൺസിനെ കണ്ടെത്തുകയും ശരിയായ ജോലിയിലേക്ക് അയാളെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് റെഫേഴ്സ് ടു പ്രൊക്യൂർ ദ
പ്രോപ്പർ എംപ്ലോയീസ് ടു ഫിൽ ദ വേരിയസ് ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ജോലിയിലേക്ക് പ്രോപ്പറായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എയിംസ് ടു പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ഇപ്പം സ്റ്റാഫിങ്ങിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ജോലിയിലേക്ക് ശരിയായ ആളിനെ പോസ്റ്റ് ചെയ്യുക അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വാച്ച്മാനായിട്ട് നമ്മളിപ്പം ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് ഒരു അക്കൗണ്ടന്റിനെയും നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ഈ അക്കൗണ്ടന്റായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആളെ നമ്മൾ വാച്ച്മാനായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ അക്കൗണ്ടന്റായിട്ട് എടുത്ത ഒരാളെ നമ്മൾ വാച്ച്മാനായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ? അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഒരു പ്രസക്തി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയായ ആളെ ശരിയായ ജോലിയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാഫിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻറ്റ്. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രോസസ് ഒന്നുമല്ല. There are various types of process involved in the staffing function. For example, recruitment, selection, placement, training, promotion, etc. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ അല്ല. അതിനകത്ത് തന്നെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു, അവരെ ആ ജോബിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടതിലുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്നു, അവരുടെ റിമ്യൂണറേഷൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല, ഇറ്റ്സ് എ ബിഗസ്റ്റ് പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പം ഒരു 3 സെന്റൻസ് ആണ് സ്റ്റാഫിങ്ങിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, സ്റ്റാഫിംഗ് റെഫേഴ്സ് ടു പ്രിക്യൂർ ദ സ്യൂട്ടബിൾ എംപ്ലോയീസ് ടു ഫിൽ ദ വേരിയസ് ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇറ്റ് എയിംസ് അറ്റ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. Staffing involves the various activities such as recruitment, selection, placement and orientation, training, promotion, transfer, remuneration, etc. That's all about the staffing function. Then the fourth function of management, that is directing. ഡയറക്റ്റിങ്ങിനെ നമ്മൾ അറിയപ്പെടുന്നത് ഇറ്റ്സ് ഹെർട്ട് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്നാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്നത് ഡയറക്റ്റിങ്ങിനെയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഹെർട്ട് ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ് ആക്ഷൻ. പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഓർഗനൈസിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ സംയോജിപ്പിക്കുകയാണ്. സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തി നമ്മൾ അപ്പോയിന്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് വെക്കുന്നു. പക്ഷെ ഇതുവരെ ഒന്നും നമ്മൾ ആ പ്രവർത്തനം ഒന്നും നടന്നില്ല. അപ്പൊ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഡയറക്റ്റിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റിംഗ് ഈസ് ദ ഹെർട്ട് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇനിഷ്യേറ്റ് ആക്ഷൻ. ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു കൺവേർട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഡയറക്റ്റിംഗ് ആണ് എന്തിനെ സഹായിക്കുന്നത്? പ്ലാനിങ്ങിനെ പ്രവർത്തനമാക്കി മാറ്റുന്നത്. ഒരു പ്ലാനിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഡയറക്റ്റിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഡയറക്റ്റിംഗ് കൺവേർട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. Directing is concerned with instructing, guiding, motivating, leading and inspiring the people in the organization to achieve the organizational goal. നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള പീപ്പിൾസിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക, ലീഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബിസിനസ്സിലെ എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനെയും അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുന്നതിനെ, അവരെ ലീഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റിംഗിന് പ്രധാനമായും 4 എലമെന്റ്സ് ആണ് ഉള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ,
ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഈ 4 എലമെന്റ്സിനെ പറ്റി കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ 4 എലമെന്റ്സ് ആണ് ഡയറക്റ്റിങ്ങിനായിട്ട് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റിനെ പറ്റി നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റിംഗ് ഈസ് ദ ഹെർട്ട് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു ഹൃദയഭാഗമാണ്. ഇറ്റ് ഇനിഷ്യേറ്റ് ആക്ഷൻ. ഈ ഡയറക്റ്റിംഗിലൂടെയാണ് നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കൺവേർട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. അപ്പൊ ഈ ഡയറക്റ്റിംഗിലൂടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഡയറക്റ്റിംഗിലൂടെയാണ്. Directing is concerned with the instructing, guiding, leading, motivating the people in the organization towards the achieve the organizational goal. നമ്മുടെ ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാവ് 4 elements. ഇതിന് 4 elements ആണുള്ളത്. ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് ഡയറക്റ്റിങ്ങിനെ പറ്റി ബ്രീഫായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അവസാനത്തതും 5ാമത്തതുമായ ഫംഗ്ഷനാണ് കൺട്രോളിംഗ്, നിയന്ത്രണം. It is the management function of monitoring the organizational performance towards the attainment of organizational goal. It is the management function that's monitoring the organizational performance towards the attainment of organizational goal. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിനനുസരിച്ച് തന്നെയാണോ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ് എന്നു പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. Controlling is the process of ensuring the actual performance conformed to planned performance. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ പ്ലാൻഡ് പെർഫോമൻസുമായി കൺഫേം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മുടെ പ്ലാൻഡ് പെർഫോമൻസുമായി എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും, അതിന് ചില പ്രോസസ്സ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. മുൻകൂട്ടി നമ്മളൊരു ടാർഗറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ പ്ലാൻഡ് പെർഫോമൻസുമായി കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ ദ മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്ത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിന്റെ ആ വാല്യൂവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായി നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡീവിയേഷൻസ് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ ടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ നമ്മളുടെ കമ്പാരിസൺസിനകത്ത് ഡീവിയേഷൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് പ്ലാൻഡ് പെർഫോമൻസുമായിട്ട് കറക്റ്റായിട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അഥവാ ഡീവിയേഷൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റിനനുസരിച്ചിട്ടല്ല നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനില്ലാതാക്കാൻ നമ്മുടെ പ്ലാൻഡ് പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കും. കറക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇങ്ങനെ ഇതുവഴി നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസിനെ എന്തുമായി കൺഫേം ചെയ്യാം, പ്ലാൻഡ് പെർഫോമൻസുമായിട്ട് കൺഫേം ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഇസ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് മോണിറ്ററിംഗ് ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ടുവേഴ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഫോർ ദിസ് പർപ്പസ്, establishing standard of performance, measuring the actual performance and confirming the actual performance with the standard of performance, then take corrective action if any deviations. ഇതാണ് കൺട്രോളിംഗ്. അപ്പം
5 ഫങ്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഒന്നാമത്തെ ഏതായിരുന്നു? പ്ലാനിങ്, ദെൻ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഈ 5 ഫങ്ഷൻസിനെയും 5 പില്ലേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഓർഗനൈസിങ്, ഐഡൻറ്റിഫൈങ് and grouping the work to be performed and establishing authority responsive relationship with the organizational hierarchy. Staffing, finding the right person to the right job at the right time. Then directing is the process of instructing, guiding, motivating, leading the people in the organization towards the attainment of organizational goal. Then controlling, it is the function of monitoring the organizational performance towards the attainment of organizational goal. These are the functions of management. Thank you.